അപ്പോ ഞങ്ങൾ ഗ്ലോറിയസ് ഗോസ്പലിൽ പറയുന്നത് ദൈവം നിങ്ങളെ കൈക്കൊണ്ടിരിക്കുന്നു, ദൈവ ചൈതന്യം നിങ്ങളിൽ വസിക്കുന്നു. ആ ഒരു തിരിച്ചറിവാണ് ഈ സുവിശേഷത്തിന്റെ രഹസ്യം. അല്ലാതെ സേർട്ടൻ കാര്യങ്ങൾ ചെയ്യുക, അതെല്ലാം ചെയ്തിട്ട് ദൈവം നിങ്ങളിലേക്ക് വരിക. അപ്പൊ അത് കണ്ടീഷണലാണ്. ഗോഡ്സ് ലവ് ഈസ് അൺകണ്ടീഷണൽ. അൺകണ്ടീഷണൽ ആണെന്ന് പറഞ്ഞിട്ട് ഇവർ ഒരുപാട് കണ്ടീഷൻ പുറകെ പറയും. അൺകണ്ടീഷണൽ മീൻസ് അൺകണ്ടീഷണൽ, നോ ഫൈൻ പ്രിന്റിങ്സ്. ഇവരുടെ ഈ പാശ്ചാത്യ സുവിശേഷത്തിന്റെ അടിയിൽ ഫൈൻ പ്രിന്റിങ്സ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ അടിയിൽ ഇങ്ങനെ കുറിച്ച് വെച്ച് വായിക്കാൻ മേലാത്ത പോലെ. ക്രെഡിറ്റ് കാർഡിന്റെ കോൺട്രാക്ട് കിട്ടുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, അതിനടിയിൽ ഫൈൻ പ്രിന്റിങ്സ് ഉണ്ട്. പെട്ടെന്നൊന്നും വായിക്കത്തില്ല, ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാലേ വായിക്കത്തുള്ളൂ. ഒരുപാട് കണ്ടീഷൻ, നിബന്ധനകൾ, ഉപാധികള്. അപ്പൊ ഉപാധിരഹിതമായ, നിബന്ധനാരഹിതമായ, വ്യവസ്ഥാരഹിതമായ ദൈവസ്നേഹം, ദാറ്റ്സ് പ്യുവർ ഗോസ്പൽ. ആ പ്യുവർ ഗോസ്പൽ ആരും പ്രസംഗിക്കുന്നില്ല. കാരണം അത് പ്രസംഗിച്ചാൽ സാമ്പത്തിക ലാഭം ഉണ്ടാകത്തില്ല, മറ്റു മനുഷ്യനെ ചൂഷണം ചെയ്യാൻ പറ്റില്ല, മറ്റാളുകളെ നിയന്ത്രിക്കാൻ പറ്റില്ല, മാനിപ്പുലേഷൻ നടക്കില്ല, എക്സ്പ്ലോയിറ്റേഷൻ നടക്കില്ല. ഇതൊന്നും നടക്കാത്തതുകൊണ്ട് മതം വളർത്താൻ പറ്റില്ല. അപ്പൊ അത് ഹൈജാക്ക്ഡ് ഫോം ഓഫ് ഗോസ്പൽ, അല്ലെ കറപ്റ്റഡ് ഫോം ഓഫ് ഗോസ്പൽ ആണ് ഇന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പൊ കറപ്റ്റഡ് ഗോസ്പൽ അല്ലാതെ കറപ്റ്റഡ് അല്ലാത്ത ഗോസ്പൽ, അതാണ് ഗ്ലോറിയസ് ഗോസ്പൽ. അൺകറപ്റ്റഡ് ഫോം ഓഫ് ഗോസ്പൽ, അൺഹൈജാക്ക്ഡ് ഫോം ഓഫ് ഗോസ്പൽ. ഹൈജാക്ക് ചെയ്യപ്പെട്ട സുവിശേഷമല്ല, ദ പ്യുവർ ഗോസ്പൽ, പ്യുവർ ഫോം, സിൻസിയർ മിൽക്ക് എന്ന് പത്രോസ്ലിയ പറയുന്ന ശുദ്ധമായ നിർമ്മലമായ പാല്. അപ്പൊ അതാണ് അപ്പോസ്തലന്മാര് നമുക്ക് നൽകിയിട്ടുള്ളത്, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. ഇത് വ്യാജ സുവിശേഷമാണ്. മറ്റൊന്ന് പറഞ്ഞാൽ ഈ പാശ്ചാത്യ സുവിശേഷം ഫെയ്ത്ത് ഓറിയന്റഡ് ആണ്. ഫെയ്ത്ത്, വിശ്വസിക്കുക, നിങ്ങൾ വിശ്വസിക്കൂ. അപ്പൊ അവിടെ ആളുകൾ വിശ്വസിക്കാൻ വേണ്ടി സ്ട്രൈവ് ചെയ്യുകയാണ്. എത്ര ശ്രമിച്ചിട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരാഴ്ചയൊക്കെ വിശ്വാസം നിൽക്കും, പിറ്റേ ആഴ്ച വിശ്വാസം പോയി, കുറഞ്ഞു, ലൂസായി പോയി, ലീക്ക് ചെയ്യുന്നു, വിശ്വാസം ലീക്ക് ചെയ്യുന്നു. പക്ഷേ ഞങ്ങളുടെ സുവിശേഷം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. മനുഷ്യന്റെ വിശ്വാസത്തിലാണ് പാശ്ചാത്യ സുവിശേഷത്തിൽ രക്ഷ നിൽക്കുന്നത്. പൗരസ്ത്യ ദർശനത്തിൽ അത് ദൈവത്തിന്റെ സ്നേഹത്തിലാണ്. അപ്പം ഗോഡ്സ് ലവ് വേഴ്സസ് മേൻസ് ഫെയ്ത്ത് ആണ്. മനുഷ്യന്റെ വിശ്വാസവും ദൈവത്തിന്റെ സ്നേഹവും. അപ്പൊ മനുഷ്യ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു സുവിശേഷമുണ്ട്, അതാണ് പോപ്പുലർ സുവിശേഷം. അതാണ് നിങ്ങൾ കേൾക്കുന്നതും നിങ്ങൾ പറയാൻ പരിശ്രമിക്കുന്നതും പറഞ്ഞിട്ടും പ്രയോജനമില്ലാതെ ഭവിക്കുന്നതും ആളുകൾ ലിസൺ ചെയ്യാതെ അവഗണിക്കുന്നതും ആയിട്ടുള്ള സുവിശേഷം പോപ്പുലർ ഗോസ്പൽ ആണ്. അത് ആളുകൾ ചവിട്ടുകയാണ്. കാരണം ആ ഉപ്പിന് കാരമില്ല, കാരമില്ലാത്ത ഉപ്പൽ ആളുകൾ ചവിട്ടുമെന്നാണ് യേശു പറഞ്ഞത്. പക്ഷേ ദൈവസ്നേഹത്തിന്റെ സുവിശേഷം, ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ് അപ്പോൺ ഹിസ് ലവ്. നിങ്ങളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ കർത്താവിന്റെ നാളോളം അതിനെ പൂർത്തീകരിക്കും. വൺ ഹൂ ബിഗിൻസ് എ ഗുഡ് വർക്ക് ഇൻ യു, ഗോഡ് ഹിംസെൽഫ് ഹാസ് ബിഗാൻ എ വർക്ക് ഇൻ യു. അപ്പൊ ആ ദൈവമാണ് നമ്മളിൽ പ്രവൃത്തി ആരംഭിച്ചത്. ആ ദൈവം തന്നെ അത് പൂർത്തീകരിക്കും. അതുകൊണ്ട് വിശ്വാസത്തിന്റെ നായകൻ, ദ ഓഥർ ഓഫ് ഫെയ്ത്ത്, ജീസസ് ക്രൈസ്റ്റ് ആണ് ഓഥർ ഓഫ് ഫെയ്ത്ത്. ആൻഡ് അത് ഫിനിഷ് ചെയ്യുന്ന ആരാണ്? പെർഫെക്റ്റർ, ദാറ്റ്സ് ഓൾസോ ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ ആരംഭിച്ചതും യേശുക്രിസ്തു ആണ്, അവസാനിപ്പിക്കുന്നതും യേശുക്രിസ്തു ആണ്. ആൽഫയും അവനാണ്, ഒമേഗയും അവനാണ്. ദിസ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ. അപ്പൊ അതിനിടയ്ക്ക് മനുഷ്യന്മാരാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യണം, കാർഡ് പൂരിപ്പിക്കണം, കൈ പൊക്കണം, അങ്ങനെയൊക്കെ ഒരുപാട്. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ ലോങ് ലിസ്റ്റ് ഓഫ് ഡൂസ് ആൻഡ് ഡോൺസ്. ഇപ്പൊ ഒരു അരുതുകളുടെയും വിലക്കുകളുടെയും നിർദ്ദേശങ്ങളുടെയും ഒക്കെ ഒരു നീണ്ട പട്ടിക തയ്യാറാക്കി നൽകുന്നു. അത് പ്രമാണമാണ്. അക്ഷരങ്ങളാൽ അറിയിക്കുന്ന പ്രമാണം മനുഷ്യനെ കൊല്ലുന്നു. ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം ഇല്ലെന്ന് പൗലോസ്ലീഹ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പൊ ജീവിപ്പിക്കാൻ കഴിയുന്ന ന്യായപ്രമാണം ഉണ്ടായിരുന്നെങ്കിൽ ആ ന്യായപ്രമാണം വാസ്തവത്തിൽ നീതിക്ക് ആധാരമായി ഭവിച്ചേനെ. There is no such law exist ever in the history of humankind. So our gospel is this. This is glorious gospel. നിങ്ങൾക്ക് ഇതേപറ്റി ഞങ്ങൾ ഒത്തിരി ലൈവ് ഒക്കെ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ ഞങ്ങൾക്ക് ഒരു ചാനലുണ്ട്, ഗ്ലോറിയസ് ഗോസ്പൽ ഒഫീഷ്യൽ. അത് ലിസൺ ചെയ്ത ആരാ? റോക്കിന് ചോദിക്കാൻ പറ്റത്തില്ല. ഞാനിവിടെ എമ്മിനോട് മറുപടി പറഞ്ഞോണ്ടിരിക്കും. എമ്മിനുണ്ടോ ചോദിക്കും, അത് കഴിഞ്ഞ് നിങ്ങളായി.
എമ്മ പറഞ്ഞോളൂ. ഉറപ്പായിട്ടും ഞാൻ അതിനകത്ത് കൂടുതൽ കയറി നോക്കിക്കോളാം. എന്തായാലും ഇത്രയും സമയം തന്നതിന് വളരെ നന്ദി. അവസാനമായിട്ട് ഒറ്റ കാര്യം, അതായത് ഇനിയിപ്പോ ഞാൻ സുവിശേഷത്തെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇനിയും. കാരണം ഞാൻ പറഞ്ഞില്ലേ, എന്റെ ജീവിതത്തിൽ വലിയൊരു ക്രിസ്തുവിനെ അറിഞ്ഞുകൊണ്ടാണ് എന്റെ ജീവിതം മാറിയത്. കാരണം ഞാൻ നാട്ടിൽ നടന്ന രീതിയിൽ ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഒത്തിരി ഉയർച്ച ഉണ്ടായതും ഞാനത് എന്നിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാക്കിയെടുത്തുകൊണ്ടും ആ മാറ്റമാണ് ഇന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ട്. ഒന്നും ആയിട്ടില്ല എന്നാൽ പോലും സ്റ്റുഡന്റ് ആണ് എന്നാൽ പോലും ഉണ്ടായിരുന്ന ഒരു തലത്തിൽ നിന്ന് കുറച്ചുകൂടെ വിദേശ രാജ്യത്ത് വരാനും പഠിക്കാനൊക്കെ ഒത്തിരി അവസരം കിട്ടി. സാമ്പത്തികം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും പല പ്രതികൂലങ്ങളിൽ നിന്നും നല്ല നിലയിൽ തന്നെ ഇവിടെ എത്താനൊക്കെ സാധിച്ചു. അപ്പോൾ ദൈവത്തെ അറിഞ്ഞുകൊണ്ടൊരു ഇത് മാത്രമാണ്, ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തിലുള്ള ഒരു വചനത്തിലുള്ള ഒരു മുന്നോട്ടുള്ള യാത്രയും കൊണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ 100% പെർഫെക്റ്റ് ഒരിക്കലും പറഞ്ഞില്ല, ഇതിൽ കുറെ കുറവുകളുണ്ട്. എന്നിരുന്നാൽ പോലും പഴയ കുറവുകളെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായത് ഞാൻ സുവിശേഷത്തിലൂടെ നടന്നുകൊണ്ടും എനിക്ക് ആളുകൾ സുവിശേഷം പറഞ്ഞു തന്നതുകൊണ്ടുമാണ്. അപ്പോൾ ഞാനിപ്പോ ഒരു വ്യക്തിയോട് സുവിശേഷം പറയണമെങ്കിൽ ഞാൻ എങ്ങനെയാണ് അവരെ അപ്രോച്ച് ചെയ്യേണ്ടത് മാത്രം, അതുകൂടെ മാത്രം ഒന്ന് പറഞ്ഞുതരാമോ? ഇപ്പൊ എനിക്ക് സുവിശേഷം പറയാൻ ഒരു വ്യക്തിയെ കാണുമ്പോൾ സുവിശേഷം പറയാൻ ഞാൻ എന്താണ് അവരോട് പറയേണ്ടത്? ഞാന് ഇവിടെ ഈ പെന്തക്കോസ്തുകാരുടെ ബ്രദറുകാരുടെ ഒരു ചലഞ്ച് വെച്ചു. വാട്ട് ഈസ് ദ കണ്ടന്റ് ഓഫ് യുവർ ഗോസ്പൽ? ഇവിടുത്തെ പ്രധാനപ്പെട്ട പെന്തക്കോസ്തുകാരെല്ലാം മുങ്ങി, ബ്രദറുകാരെല്ലാം ചത്ത പോലെ കിടക്കുകയാണ്, സ്വതന്ത്ര സഭക്കാരെല്ലാം തലയും മുണ്ടിട്ട് ഒളിച്ചു നടക്കുകയാണ്. നോ വൺ നോസ് മാൻ, നോ വൺ നോസ്. ഒറ്റയൊരുത്തൻ അറിയത്തില്ല വാട്ട് ഈസ് ദ കണ്ടന്റ് ഓഫ് ഗോസ്പൽ. നിങ്ങൾ എന്താണ് പറയേണ്ടത്? നിങ്ങളാ ചോദിച്ച $1 million ക്വസ്റ്റ്യൻ ആണ്. ആർക്കും അറിയില്ല. ഇപ്പൊ ഞങ്ങൾ ചലഞ്ച് വെച്ചിരിക്കുകയാണ്, നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ആർക്കും അറിയില്ല എന്താ പറയേണ്ടത്. അതും ഇതും പറയുന്നത് എന്നെ അനുഗ്രഹിച്ച ദൈവം, എന്നെ വിടുവിച്ച ദൈവം, പെന്തക്കോസ്തുകാർക്ക് പറയാനുള്ളതാണ്. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പം എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടായ ഒരുപക്ഷെ ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഒരു ബെനിഫിറ്റ്, ഇതൊക്കെയാണ് ആളുകൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, ഏകദേശം 200 ദിവസം ICUയിൽ കിടന്നിട്ട് ഞാനും അദ്ദേഹത്തിനായി പ്രാർത്ഥിച്ചിരുന്നു. ICU കോവിഡ് ആയിരുന്നു. എന്നിട്ട് അയാൾ എഴുന്നേറ്റ് ഇപ്പൊ ഒരു പാട്ട് പാടിയിട്ട് ഒരു ഇതിട്ട്, ഓ ദൈവം ഞങ്ങളെ എല്ലാവരോടും പോയി അടിയിരുന്ന് ലൈക്ക്. എത്രയോ കരഞ്ഞ് പ്രാർത്ഥിച്ചവര് ദൈവം ഞങ്ങളുടെ കണ്ണുനീര് കണ്ടു. അപ്പൊ ദൈവം ബാക്കി ആരുടെയും കണ്ണുനീര് കണ്ടില്ലേ? 1000കണക്കിന് പെന്തക്കോസ്തുകാർ മരിച്ചു കോവിഡില്. അപ്പൊ അവരെ മുഴുവൻ അപമാനിക്കുന്ന പോസ്റ്റാണത്. ഞാനതിന് കട്ട എതിരാണ്. അത് അങ്ങനെ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. അതാണോ ദൈവത്തെ എത്ര ഇടുങ്ങിയവനും ചെറിയവനുമാക്കി അവതരിപ്പിക്കുകയാണ്. ഇവർ വിചാരിക്കുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കാന്നല്ല. നിങ്ങൾ ദൈവത്തെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തെ അപമാനിക്കലാണ് നിങ്ങൾ അതിലൂടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ജോലി കിട്ടി, നിങ്ങൾക്ക് വിസ കിട്ടി. അപ്പൊ ഇവിടെ ഈ പെന്തക്കോസ്ത് ഹോളുകളിലൊക്കെ മാർക്ക് കിട്ടി, ലോട്ടറി കിട്ടി, പ്രൊമോഷൻ കിട്ടി. അതൊക്കെ എല്ലാ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപ്സ് ആൻഡ് ഡൗൺസ് സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതല്ല ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യം. ദൈവം എനിക്ക് അത് തന്നു. പിന്നെ ബിഹേവിയർ മോഡിഫിക്കേഷൻ, അതാണ് നിങ്ങൾ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിന് നിങ്ങൾ കണ്ടെത്തിയ മാർഗം അതാണ്. പല രീതിയിൽ ബിഹേവിയർ മോഡിഫിക്കേഷൻ ജീവിതത്തിൽ സംഭവിക്കുന്നവരുണ്ട്. ഒരിക്കല് ഒരു 30 പേരെ കൊല്ലാൻ കൽപ്പിച്ചു. ചക്രവർത്തി വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. വധിക്കാനുള്ള 30 പേരെ നിരത്തി നിർത്തി. അടുത്ത 5 മിനിറ്റിനകം വധശിക്ഷ നടപ്പാകും. അവരെല്ലാം വധിക്കപ്പെടാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഏത് നിമിഷവും അവർ കൊല്ലപ്പെടും. അങ്ങനെ ഏകദേശം 1 മിനിറ്റ് മാത്രം ഇവരുടെ വധശിക്ഷ നടപ്പാക്കാൻ അവശേഷിക്കുമ്പോൾ ദൂരെ നിന്നൊരു കുതിരക്കുളമ്പടി ശബ്ദം കേൾക്കാം. ഒരു പടയാളി പോഞ്ഞു വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഉയർത്തിയിരിക്കുന്ന കുന്തത്തിൽ ഒരു വെള്ള കൊടിയുണ്ട്. ഈ കുതിരപ്പടയാളി അടുത്ത് വന്ന് നിന്നിട്ട് ഒരു കൽപ്പന കൊടുത്തു. രാജശാസനയാണ്, ഈ 30 പേരെ റിലീസ് ചെയ്തേക്കാൻ, വെറുതെ വിട്ടേക്കാൻ, വധശിക്ഷ ഇളവ് ചെയ്തു. നിങ്ങൾക്കറിയാം സംഭവിച്ചത്. തൽക്ഷണം അതിൽ 7 പേര് ഭ്രാന്തന്മാരായി മാറി. അവർക്ക് ഭ്രാന്ത് പിടിച്ചു. അതിൽ ചിലർ കവികളായി മാറി, ചിലർ ചിത്രകാരന്മാരായി മാറി. അതിനു മുമ്പ് ചിത്രം വരയ്ക്കാൻ കഴിവില്ലാത്തവർക്ക് ചിത്രം വരയ്ക്കാനുള്ള കഴിവ് സിദ്ധിച്ചു. ആ വധശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടിയ ഒരാളാണ് റഷ്യൻ സാഹിത്യകാരൻ ഡെസ്റ്റോവ്സ്കി എന്ന് പറയുന്ന സാഹിത്യകാരനുണ്ട്. അദ്ദേഹം അങ്ങനെ സാഹിത്യരചന ആരംഭിച്ച് ഒരു സിദ്ധി ഉണർന്നു വന്നു. മനുഷ്യന്റെ ജീവിതത്തിൽ പല രീതിയിൽ പലതും അൺലോക്ക് ചെയ്യപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ, ലൈഫ്, ഒരു ഓർഡർലി മാനർ ഓഫ് ലൈഫ് നയിക്കാൻ നിങ്ങൾക്ക് പറ്റി. ക്രമീകൃതമായ ഒരു ജീവിതം, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അതൊന്നും ജനറലൈസ് ചെയ്യാനും പറ്റില്ല. അതൊന്നും അല്ലല്ലോ യേശുക്രിസ്തു പറഞ്ഞു നിങ്ങൾ മര്യാദയ്ക്ക് നടക്കാൻ വേണ്ടി പോയി പ്രസംഗിക്കാൻ. യേശുക്രിസ്തു പറഞ്ഞ ഒരു ന്യൂസ് അറിയിക്കാനാണ്. ഒരു ന്യൂസ്, ആ ന്യൂസ് അവരറിയിച്ചു പൂർത്തീകരിച്ചു.
ഇന്ന് നിങ്ങൾക്ക് എന്താണ് യേശുക്രിസ്തുവിന്റെ പേരിൽ അറിയിക്കാനുള്ളത്? യേശുക്രിസ്തു ലോകം കണ്ട ഏറ്റവും വലിയ എക്കാലത്തെയും മികച്ച ഗുരുവാണ്. അദ്ദേഹത്തിന്റെ ധാർമ്മിക പ്രബോധനങ്ങൾ എക്കാലത്തും പ്രസക്തിയുള്ളതാണ്, പ്രസംഗിക്കാൻ അടിപൊളിയാണ്. ബുദ്ധമത ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ക്രിസ്തുമത ആശയങ്ങൾ നിങ്ങൾക്ക് പ്രസംഗിക്കാം. നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പി, നിങ്ങളുടെ ശത്രുവിനെ സ്നേഹിപ്പി, നിങ്ങളുടെ ശത്രുവിനെ രക്ഷിക്കാതെ നിങ്ങൾ ഉപകാരങ്ങളെ ചെയ്യുവി. ലവിങ് ഈസ് ഗിവിങ് വിതൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ്. അത് യേശുക്രിസ്തുവിന്റെ പ്രബോധനമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വേണേ പറയാം. പക്ഷെ ഈ ക്രിസ്തു പ്രബോധനം എല്ലാം നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ അതൊക്കെ പറയുന്നതിനേക്കാൾ കറക്റ്റ് പ്രയോഗിക്കുന്നതാണ്. പ്രയോഗിക്കാനുള്ള കാര്യം മാത്രമേ ക്രിസ്തു പറഞ്ഞിട്ടുള്ളൂ. അപ്പം പ്രീച്ച് ഗോസ്പൽ ഓൾവേസ്, യൂസ് വേർഡ്സ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് നെസസറി. അത് ഫ്രാൻസിസ് അസീസിന്റെ പേര് പ്രചരിക്കുന്ന ഒരു സ്ലോഗനാണ്. പക്ഷെ ഒറിജിനലി അത് ഫ്രാൻസിസ് അസീസ് പറഞ്ഞല്ല. നിങ്ങൾ എപ്പോഴും സുവിശേഷം പ്രസംഗിക്കുക, അത്യാവശ്യമാണെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിച്ചാൽ മതി എന്നാണ്. അപ്പോൾ ക്രിസ്തുവിന്റെ സുവിശേഷം ജീവിതമാണ്. നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യം കൊടുക്കാം. ആരെങ്കിലും ചോദിച്ചാൽ ഈ ധാർമ്മിക പ്രബോധനങ്ങൾ പറയാം. അപ്പൊ അത് വളരെ സിമ്പിളാണ്. ഇന്ന് വരെ ഒരു പെന്തക്കോസുകാരനെങ്കിൽ തമ്മിൽ സ്നേഹിപ്പീൻ എന്ന് പ്രസംഗിക്കുന്നത് ഞാൻ 25 വർഷം പാസ്റ്ററായിരുന്നു കേട്ടിട്ടില്ല. ഐ നെവർ ഹെഡ്. കൽപ്പന പാലിച്ചോ എന്നവർ ചോദിക്കും. അതവര് വെള്ളത്തിൽ മുങ്ങി കത്തോലിക്ക സഭ എന്നൊക്കെ മാറുന്നതാണ്. അവർ കൽപ്പന പാലിച്ചോ? പക്ഷെ ഏറ്റവും വലിയ കൽപ്പന നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുക എന്നുള്ളതാണ്. അത് പാലിച്ചോ എന്ന് ഇവരാരും ചോദിക്കാറുമില്ല, അത് ഇവരാരും പ്രസംഗിക്കാറുമില്ല. അപ്പൊ ഇവര് ക്രിസ്തുവിനെ പോലും വഞ്ചിക്കുന്നവരാണ്. അപ്പൊ അതിനകത്ത് അടിസ്ഥാനമൊന്നുമില്ല. സഹോദരന്റെ ആവേശം കയറി എന്തോ ഒരു ഓഫറിങ് പോലെ, അതായത് ദൈവത്തിന് ഒരു ബലി കൊടുക്കുന്ന പോലെയോ ഒരു ഓഫറിങ് കൊടുക്കുന്ന പോലെയോ ഒരു ദൈവ പ്രീതി കിട്ടാൻ, അതായത് ഇത്രയും നമുക്കൊരു ഫേവർ കർത്താവ് ചെയ്തു, ആ ഫേവർ നമ്മളിൽ നിന്ന് പോകരുത്, ആ ഫേവർ മെയിൻറ്റെയിൻ ചെയ്യണം, ഈ ദൈവാനുഗ്രഹം നമ്മളിൽ നിലനിൽക്കണം, ദൈവത്തിന് പ്രസാദമുള്ള ഒരാളായിട്ട് നിൽക്കണം എന്ന് തോന്നുന്നത് കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനും മനുഷ്യരുടെ കണ്ണിൽ പൊടിയിടാനും ഒരു സുവിശേഷമല്ല തുടർന്നും ചെയ്യണമെന്ന് നമുക്ക് തോന്നുകയാണ്. ഇത് നമ്മുടെ ആത്മാർത്ഥത ഞാൻ ചോദ്യം ചെയ്തല്ല. ഇതിനെ പറഞ്ഞ് നമ്മുടെ ഉപബോധ മനസ്സാണ് ഈ വിക്രിയ കാണിക്കുന്നത്. നമ്മുടെ സുബോധ മനസ്സിൽ നോക്കി കഴിയുമ്പോൾ നമ്മൾ ക്ലീൻ ആണ്, നമ്മൾ വളരെ 100% ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളൊരു ഡീപ്പ് അനാലിസിസ് നടത്തിയാൽ നമ്മളെ തന്നെ വഞ്ചിക്കുന്ന ഒരു ഫാക്ടർ നമുക്ക് അതിനകത്ത് കണ്ടെത്താൻ പറ്റും. അതിനെയാണ് ഈ ആത്മവഞ്ചന എന്ന് പറയുന്നത്. ആത്മവഞ്ചന, സ്വയം നമ്മളെ തന്നെ വഞ്ചിക്കുന്ന ഒരു മേഖലയുണ്ട്. സെൽഫ് ഡിസെപ്ഷൻ എന്നാ പറയുന്നത്. യേശുക്രിസ്തു ഏറ്റവും ശക്തമായി വിമർശിച്ചത് ഈ സെൽഫ് ഡിസെപ്ഷനെയാണ്. അതുകൊണ്ട് എല്ലാത്തരം സെൽഫ് ഡിസെപ്ഷനെ മാറ്റുക, നിങ്ങളായിരിക്കുന്നവരായിരിക്കുക, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിറയുക, നിങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ക്രിസ്ത്യാനിറ്റി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്. സോ സ്റ്റോപ്പ് പ്രീച്ചിങ് ക്രിസ്ത്യാനിറ്റി ആൻഡ് സ്റ്റാർട്ട് പ്രാക്ടീസിങ് ക്രിസ്ത്യാനിറ്റി. പ്രാക്ടീസ് ഇറ്റ്, ഡോണ്ട് പ്രീച്ച് ഇറ്റ്. അത്രേ എനിക്ക് പറയാനുള്ളൂ.